പ്രിയപ്പെട്ട കുട്ടികളെ, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ ക്രോപ്പിൻ്റെയും കൾട്ടിവേഷൻ എങ്ങനെയാണ്, അതിൻ്റെ കൾട്ടിവേഷൻ പ്രാക്ടീസ് എങ്ങനെയാണ് എന്നുള്ളതാണ്. നമ്മുടെ ഓപ്പൺ കോഴ്സിലെ മെഡിസിനൽ പ്ലാന്റ്സ് എന്ന് പറയുന്ന ഓപ്പൺ കോഴ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ കൾട്ടിവേഷൻ പ്രാക്ടീസസ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നത് മഞ്ഞളുമായി ബന്ധപ്പെട്ടാണ്. ഏറ്റവും കൂടുതൽ മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് നമ്മുടെ മഞ്ഞൾ എന്ന് പറയുന്ന, നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലാന്റ്. പക്ഷെ ഇന്ന് നമ്മൾ അതിനേക്കാളും കൂടുതൽ, പ്രത്യേകിച്ച് നമ്മുടെ കോവിഡിന്റെ സമയത്ത് ആയതുകൊണ്ട് തന്നെ, വളരെ പ്രധാനപ്പെട്ട ഇമ്മ്യൂണിറ്റി നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ജിഞ്ചിബർ, ഇഞ്ചി എന്ന് പറയുന്ന ജിഞ്ചർ. നമുക്ക് വളരെ പ്രധാനപ്പെട്ട, നമ്മുടെ വീട്ടുകളിൽ നമ്മുടെ ദൈനംദിനമായിട്ടുള്ള എല്ലാ പ്രക്രിയയിലും വളരെ പ്രധാനമായിട്ടുള്ള റോൾ നിർവഹിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇഞ്ചി എന്ന് പറയുന്ന ജിഞ്ചിബർ ഒഫീഷ്യനാലിസ്. നമ്മുടെ വീട്ടിൽ തന്നെ മിക്കവാറും ദിനം പ്രതി നമ്മൾ ഒന്നുകിൽ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ വാങ്ങുകയോ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലാന്റ് കൂടിയാണ് ഈ പറയുന്ന ഇഞ്ചി. ഇതിന്റെ ശാസ്ത്രീയ നാമം ജിഞ്ചിബർ ഒഫീഷ്യനാലിസ് എന്നാണ്. ജിഞ്ചിബർ ഒഫീഷ്യനാലിസ് ഫാമിലി, ഇതിന്റെ ഒരു കുടുംബമുണ്ട്. ദാറ്റ് ഫാമിലി ഈസ് കോൾഡ് ജിഞ്ചിബറേസിയ. ഇതിന്റെ പ്രധാനപ്പെട്ട ഒറിജിൻ, ഉത്ഭവം എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആൻഡ് ഇന്ത്യ ആണ്. ദെൻ ഒറിജിൻ സൗത്ത് ഈസ്റ്റ് ഇന്ത്യ എന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ നാട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം കൂടിയാണത്. അതുകൊണ്ട് തന്നെ ദിസ് ഏരിയ ഈസ് വെരി ഇമ്പോർട്ടന്റ് ആസ് ഫാർ ആസ് ദെയർ കൾട്ടിവേഷൻ ആൻഡ് ഗ്രോത്ത് ഈസ് കൺസേൺഡ്. ഏരിയ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ജിഞ്ചർ. ഏതൊക്കെ ഏരിയ ആണ് ഈ ജിഞ്ചറിന്റെ പ്രധാനപ്പെട്ട പ്രൊഡക്ഷൻ നടക്കുന്നത്? ജിഞ്ചർ ഈസ് an important spice crop of India and accounts for 45% of the world ginger production. ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പൈസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ജിഞ്ചർ ആണ്. നമ്മുടെ നാട്ടിലേക്ക് പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാര്, പോർച്ചുഗീസുകാരൊക്കെ വന്നതിന്റെ പ്രധാനപ്പെട്ട ചരിത്രപരമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ സ്പൈസിനെ തേടിയിട്ടുള്ള യാത്രയാണ്. നമ്മുടെ നാട്, the land of, or we can say that the God's own country is actually, the name has been quoted by the particular people. They are coming from Europe, that is Portuguese and British people. They are actually termed this area as a God's own country only because of the presence of these beautiful and enriched spices. Of these spices, the ginger is the most precious. ജിഞ്ചർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്പൈസ് ആണ്. മെനി ഗ്രോൺ ഇൻ കേരള ആൻഡ് ഓൺ വെരി സ്മോൾ ഏരിയ ഇൻ കർണാടക, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ഹിമാചൽ പ്രദേശ് ആൻഡ് ഉത്തർപ്രദേശ് ആൻഡ് മഹാരാഷ്ട്ര. നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ സൗത്ത് ഇന്ത്യയിൽ, ദാറ്റ് മീൻസ് ദ കേരള, തമിഴ്നാട്, കർണാടക ആൻഡ് the another areas of this particular part of India, in which the most predominantly, or in which the most predominant place of the cultivation is Kerala. Area under cultivation in India is about 63,000 hectare with a total production of about 2 lakhs ton. 2 ton production ഓരോ വർഷവും ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. The average productivity is about 3 tons per hectare. ഒരു ഹെക്ടറിൽ 3 ടൺ കിട്ടും എന്നുള്ളതാണ്. ഒരു ഹെക്ടർ എന്ന് പറയുന്നത് 2.5 ഏക്കറയാണ്. 3 ടൺ എന്ന് പറയുന്നത് എത്രയാണ്? ഒരു ടൺ എന്ന് പറയുന്നത് എത്ര കിലോ ആണ്? 100 കിലോഗ്രാം ആണ്, അല്ല 1000 കിലോഗ്രാം ആണ്. 3000 കിലോഗ്രാം കിട്ടുന്നുള്ള ഒരു 100 ഇഞ്ചിക്ക് നമുക്ക് 25 രൂപയാണ്. നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി എത്രത്തോളം ഫിനാൻഷ്യലി നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ജിഞ്ചർ. So we can say that the ginger is very important as far as the productivity, the economy as well as the medicinal property. Now, what are the importance of ginger? എന്തൊക്കെയാണ് ജിഞ്ചറിന്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് or importance? Used as a spice on large scale. ഏറ്റവും കൂടുതൽ സ്പൈസ് ആയിട്ട് നമുക്കൊരു ചിക്കൻ കറിയുടെ ടേസ്റ്റ് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ അതിൽ ജിഞ്ചർ ഇടണം. ഇല്ല, ഏതൊരു കറിയിലും ഇഞ്ചി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഫ്ലേവർ മാറും എന്നുള്ളതാണ്. Used in the preparation of medicines and confectionaries, or we can say that this is the most important spice. They are used for the preparation of different type of Ayurvedic medicines. Flavor of ginger is due to the zingiferin. That is very important. അതിന്റെ ഉള്ളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കോമ്പണന്റ് ഉണ്ട്. That component is called zingiferin. Zingiferin is the most important bioactive component which is present in this particular species.
Then pungency of ginger is due to zingerone. ഇഞ്ചിയുടെ ഒരു സ്മെല്ല് അതിന്റെ കാരണം ഈ കോമ്പൗണ്ട് ആണ്. That is very important. Remember these two important terms, that is zingiferin and zingerone. Then soil. Regarding the soil, as far as the cultivation, നമ്മൾ cultivation practice ആണ് പറയുന്നത്. ഇഞ്ചി നടുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട സോയിൽ എന്ന് പറയുന്നത് ഡീപ് വെൽ ഡ്രെയിൻ ഫ്രയബിൾ ലോമി സോയിൽ റിച്ച് ഇൻ ഹ്യൂമൻ ആസ് ഈസ് ഐഡിയൽ ഫോർ ജിഞ്ചർ. നമ്മുടെ പ്രദേശത്ത് ഇപ്പൊ കണ്ണൂർ ഏരിയയിൽ ഏറ്റവും നല്ല ഇഞ്ചി ഉണ്ടാവുന്നത് നമുക്കറിയാം ആലക്കോട് പോലെയുള്ള പ്രദേശങ്ങളിലാണ്. ആലക്കോടാണ് ഏറ്റവും നല്ല ഇഞ്ചി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ക്രോപ്പ് ഡസ് നോട്ട് ത്രൈവ് വെൽ ഇൻ ആൽക്കലൈൻ സോയിൽ. ക്രോപ്പ് ഡസ് നോട്ട് ത്രൈവ് വെൽ ഇൻ ഒരിക്കലും ഉപ്പുവെള്ളത്തിൽ, അപ്പൊ നമ്മുടെ ഈ കടൽ തീരത്തുള്ള പഴയങ്ങാടി, കണ്ണൂർ, കോസ്റ്റൽ ബെൽറ്റിലൊന്നും ഈ ഇഞ്ചി ഉണ്ടാവില്ല. കാരണം അതിന്റെ സലിനിറ്റി പലപ്പോഴും പ്രോബ്ലം ആണ്. ഉപ്പുള്ള വെള്ളത്തിൽ ഒരിക്കലും ഇത് വളരില്ല. ഇറ്റ് ഈസ് നോട്ട് ഡിസൈറബിൾ ടു ഗ്രോ ജിഞ്ചർ ഇൻ ദ സെയിം ഫീൽഡ് ഇയർ ആഫ്റ്റർ ഇയർ. ഒരേ സ്ഥലത്ത് തന്നെ വീണ്ടും വീണ്ടും ഇഞ്ചി നടാം, ഒരു പ്രശ്നമില്ല. കാരണം അത്രത്തോളം ഈ ഇഞ്ചി അതിനോട് ടോളറേറ്റ് ചെയ്യാനും സർവൈവ് ചെയ്യാനൊക്കെ എന്താ പറയാ റെഡിയാണ് എന്നുള്ളതാണ്. ക്ലൈമറ്റ്, ഇത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു ക്ലൈമറ്റ്. ട്രോപ്പിക്കൽ ക്രോപ്പ് റിക്വയർസ് വാം ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ്. ട്രോപ്പിക്കൽ ക്രോപ്പ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് വാം ആണ്, കുറച്ച് ചൂട് വേണം. ഗ്രോസ് വെൽ ഇൻ ഏരിയ വിത്ത് ആനുവൽ റെയിൻഫാൾ ബിറ്റ്വീൻ 125 to 250 സെന്റിമീറ്റർ. മഴയുള്ള സ്ഥലത്തായിരിക്കണം, അത്യാവശ്യം നല്ല മഴ കിട്ടണം. കൾട്ടിവേറ്റഡ് അപ് ടു 1500 milli or meter above sea level. Cultivated up to 1500 above sea level. Cool and dry climate is best for rhizome development. Cool and dry climate is best for rhizome development. Shade loving plant and requires ample moisture for normal growth. Shade loving plant and requires ample moisture for normal growth. Then what are the important varieties of this particular ginger? What are the important varieties of this particular ginger? Several cultivars are grown and are known by a particular area of the locality. The important cultivars are high yielding types, less fiber content for മാരാൻ, കാരക്കൽ, റിയോ ഡി ജനീറോ, മാഹിം. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട വെറൈറ്റികളാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ദെൻ ഹൈ ഒലിയോറസിൻ ജനീറോ, ദാറ്റ് ഈസ് ഗ്രീൻ ജിഞ്ചർ, എമേർജ്, ചമാഡ്, ചൈന, ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇത് പ്രധാനമായിട്ടും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ദെൻ ഹൈ ഡ്രൈ ജിഞ്ചർ റിക്കവറി, ദാറ്റ് ഈസ് കാരക്കൽ, നാദിയ, മാരാൻ, ചൂറ. ദെൻ ഹൈ വോളട്ടൈൽ ഓയിൽ, സിലീവ ലോക്കൽ. ഇതൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള വെറൈറ്റികളാണ് കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്. ദെൻ ലാൻഡ് പ്രിപ്പറേഷൻ, ഇതിന്റെ കൾട്ടിവേഷന് വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പ്രക്രിയയാണ് ലാൻഡ് പ്രിപ്പറേഷൻ. ലാൻഡ് ഈസ് പ്ലഫ്ഡ് 2 times. 2 പ്രാവശ്യം നമ്മൾ ഉഴുതുമറിക്കണം. ഇൻ സമ്മർ ആൻഡ് ഇൻ ഡെപ്ത് അപ് ടു 15 to 22 സെന്റിമീറ്റർ. എക്സ്പോസ്ഡ് ക്ലൗഡ്സ് ആർ ക്രഷ്ഡ് വിത്ത് നോറിൻ ഹോറോ. 3 to 4 crosswise harrowing are given to make soil loose and favorable. Temporary ridges are open to prevent soil erosion on slopy land. ചെറിയ എന്താ പറയുക റിഡ്ജസ്, ചെറിയ കനത്തിലുള്ള മതില് പോലെയുള്ള ഒരു പോർഷൻ ഉണ്ടാകും. ഐ വിൽ ഷോ ദാറ്റ് പെർട്ടിക്കുലർ പിക്ചർ. ദെൻ എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അതായത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? ജിഞ്ചർ ഈസ് പ്രൊപ്പഗേറ്റഡ് ബൈ യൂസിങ് പോർഷൻസ് ഓഫ് മദർ റൈസോംസ് കോൾഡ് ആസ് സെറ്റ്സ്. ഒരു ചെറിയ മദർ റൈസോംസ് ഉണ്ടാവും, അതായത് നമ്മൾ നടുന്ന പ്രധാനപ്പെട്ട ഭാഗം അതിന്റെ നേരത്തെ ഉണ്ടായ അതിന്റെ കൂടെ ഉള്ളതാണ്. ദാറ്റ് ഈസ് കോൾഡ് മദർ റൈസോം. Each healthy set to be used for planting should be 2.5 to 5 centimeter long, weight 20 to 25 gram, and having 2 or 3 buds each. The seed rhizome should be treated with diathyn M45 at 3 gram per liter of water for 30 minutes, drained and then used for planting. അതായത് നടാൻ പോകുന്ന ഈ പർട്ടിക്കുലർ ഇഞ്ചി നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കണം. എന്തിനാന്ന് വെച്ചാൽ കുറച്ചുകൂടിയും അതിൽ എന്തെങ്കിലും തരത്തിലുള്ള മൈക്രോബിയൽ അറ്റാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. Then seed and sowing, എങ്ങനെയാണ് നടുന്നത്? Selection of planting material. Select healthy rhizome for free from disease. അതെ, വളരെ ഹെൽത്തി ആയിരിക്കുന്ന റൈസോം നമ്മൾ സെലക്ട് ചെയ്യണം. Sporulated rhizomes are broken into pieces, keeping 2 to 3 sprouted eye buds on each rhizome. Each piece should be 2.5 to 5 centimeter long and 20 to 25 gram in weight. Then
ടൈം ഫോർ പ്ലാന്റിംഗ്, ഏത് ടൈമാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്? ജിഞ്ചർ ക്യാൻ ബി പ്ലാന്റഡ് ഫ്രം സ്റ്റാർട്ടർ ഓഫ് മെയ് അപ് ടു മിഡിൽ ഓഫ് ജൂൺ. Second, fourth might have maybe as found to be the best time for planting of ginger. Seed rate 1500 kilogram hectare. Mother rhizome is the recommended seed rate for Maharashtra. 1500 kilogram per hectare. ഒരു ഹെക്ടറിൽ നടാൻ 1500 കിലോഗ്രാം ആണെന്നുള്ളതാണ്. Preparation of seed material. എങ്ങനെയാണ് സീഡ് മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യേണ്ടത്? For planting on 1 hectare area, 1500 rhizome or 1500 kilogram rhizome free from pest and disease are select 1.5 months before planting. ഒരു മാസം 1.5 മാസം മുമ്പ് നമ്മൾ സെലക്ട് ചെയ്യണം. The rhizomes are treated with 25% of agalol and macrotops. ഇതൊരു പ്രധാനപ്പെട്ട കീടനാശിനിയാണ്, അതും അതിൽ നമ്മൾ തെളിയിക്കണം. Treated rhizomes are stored in trenches prepared under the shade. The trenches are bottom. അങ്ങനെയുള്ള ട്രെഞ്ച് ഉണ്ടാക്കുക, ആ ട്രെഞ്ചിൽ നമ്മൾ ഇത് നടണം. During this period, there is 30 to 35% loss of weightage in the rhizome. Then method of planting: ridges and furrows 75 cm apart from irrigated crops. 75 cm വിട്ട് ആയിരിക്കണം ഓരോ ക്രോപ്പിൽ നിന്നും നടേണ്ടത്. ഹാറ്റ് ബെഡ് മെത്തേഡ്, റൈസ് ബെഡ് മെത്തേഡ്, ന്യൂ ഇംപ്രൂവ് ടെക്നിക്, അങ്ങനെ പലതരത്തിലുള്ള മെത്തേഡ് ഉണ്ട്. നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിരിക്കുന്ന ഒരു മെത്തേഡാണ്. ദെൻ അതേപോലെ പലതരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ഇതിന് അപ്ലൈ ചെയ്യാറുണ്ട്. CFYM, അതേപോലെ അങ്ങനെ പലതരത്തിലുള്ള ഇതും, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓരോ സമയത്ത് നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സ്, മാനുവൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, വളങ്ങൾ അതിന് ആഡ് ചെയ്യേണ്ടത്. ഇതാണ് ആദ്യത്തെ 5 ദിവസം. ദെൻ അറ്റ് പ്ലാന്റിംഗ്, നടുന്ന സമയത്ത്, ബിഫോർ പ്ലാന്റിംഗ്, ദെൻ 45 ഡേയ്സിന് ശേഷം, 120 ഡേയ്സിന് ശേഷം, അങ്ങനെ പല രീതിയിൽ 3 മാസത്തിന് ശേഷം, 2 മാസത്തിന് ശേഷം ഒക്കെ പല രീതിയിലുള്ള ഫെർട്ടിലൈസർ നമ്മൾ ഇതിന് അപ്ലൈ ചെയ്യേണ്ടത്. ദെൻ ഇറിഗേഷൻ, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. വെള്ളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഫസ്റ്റ് ലൈറ്റ് ഇറിഗേഷൻ, ചെറിയ രീതിയിൽ വെള്ളം നനയ്ക്കണം. ദെൻ ഇന്റർ കൾച്ചർ, ഇടയ്ക്ക് വേണം നമുക്ക് വേറെ കാര്യങ്ങളും നടാൻ പറ്റും. മൾച്ചിങ്, അതിന്റെ മുകളിൽ പൊതിയിടണം, അതായത് ഇലകൾ കൊണ്ട് നമ്മൾ അതിനെ പൊതിയണം. ദെൻ ഷെയ്ഡിങ്, ചെറിയൊരു ഷെയ്ഡ് കൊടുക്കണം. വീഡിങ്, അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും കളകളുണ്ടെങ്കിൽ ആ കളകളൊക്കെ നമ്മൾ പറിച്ചു ഒഴിവാക്കണം. ദെൻ എങ്ങനെയാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്? ഏത് സമയത്താണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്? ഫോർ ഗ്രീൻ ജിഞ്ചർ ഹാർവെസ്റ്റിംഗ് ഡൺ 210 to 210, അതായത് ഏകദേശം നമുക്കറിയാം ഒരു 6 മാസവും അല്ലെങ്കിൽ ഒരു 7 മാസത്തിനടുത്ത് നമുക്ക് ഇതിനെ പറിക്കാൻ പറ്റും. ഫോർ ക്യൂറിംഗ് പർപ്പസ് ഹാർവെസ്റ്റിംഗ് ഇസ് ഡൺ 240, അതായത് ഒരുപാട് കാലത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ 245 ദിവസം വരെ വെക്കാം. അതായത് ഒരു 9 മാസം വരെ നമുക്ക് വേണമെങ്കിൽ വെക്കാതിന് ശേഷം നമുക്ക് വിളവെടുക്കാം. The rhizomes are lifted either with digging frog, നമ്മളത് സാധാരണ ചെറിയ കൈക്കോട്ട് പോലത്തെ സാധനം കൊണ്ട് പറിച്ചെടുക്കണം. Yield 10 to 15 hectare per ton, അതായത് അത്രയും ഒരു ഹെക്ടറിൽ നമുക്ക് വേണമെങ്കിൽ 10 to 15 ടൺ കിട്ടും. അതായത് അത്രയും കിലോഗ്രാം നമുക്ക് കിട്ടും. Then 30 to 40 hectare വരെ കിട്ടാറുണ്ട്. Yield of curd ginger 15 to 20% of the fresh produce. ഏറ്റവും നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഏകദേശം 10, 15 to 20% നമുക്ക് അതിന് ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് സാധാരണ കൾട്ടിവേറ്റ് ചെയ്ത് കഴിയുന്ന ജിഞ്ചർ. ഈ രീതിയിലാണ്. യു ക്യാൻ സീ ദിസ്. ഇത് ഉണങ്ങിയതാണ്, നമ്മൾ ഇതിന് ചുക്ക് ആയിട്ട് വേണമെങ്കിൽ പറയാം. ഇത് എടുത്ത് കഴിഞ്ഞ് ഉടനെ തന്നെ പ്രോസസ്സിംഗ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ കൾട്ടിവേഷൻ പ്രാക്ടീസസ് ഓഫ് ജിഞ്ചർ. ഒന്നുമില്ല, നമുക്കറിയാം നോർമലി ഇഞ്ചി നടുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും ഇതിലിരിക്കുന്ന പലരും. പക്ഷെ അത് നമ്മൾ സയന്റിഫിക്കലി നമുക്ക് അതിനൊരു മെത്തേഡ് ഉണ്ട്. ഐ ഹാവ് എക്സ്പ്ലെയിൻ ദാറ്റ് മെത്തേഡ് ഇൻ ഡീറ്റെയിൽ. ഞാനൊരു ചെറിയ നോട്ട് തരും, നിങ്ങളൊന്ന് ജസ്റ്റ് പരിചയപ്പെടാന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, അതിനെ കുറച്ചുകൂടി സയന്റിഫിക്കലി നമ്മൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സോ വ്യൂ ഓൾ ദിസ് വീഡിയോ ആൻഡ് യു ഹാവ് ടു സ്റ്റഡി വെൽ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത് വീണ്ടും ഞാൻ പറയാം. അവസാനം ഞാൻ ഇതിന്റെ മലയാളത്തിലൊരു ഡീറ്റെയിൽസ് തരും. ഓക്കെ.